35-ലധികം ഉത്തരവുകളാണ് കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ ഈ ജില്ലയ്ക്കെതിരായി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ഉത്തരവുകൾ ഒന്നുപോലും പിൻവലിക്കാൻ, ഒന്നുപോലും മരവിപ്പിച്ചു നിർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അവസാനം മറ്റ് പ്രശ്നമുണ്ടായി. 6-7 മാസക്കാലം മുമ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. 2021 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി നമ്മുടെ ജില്ലയിൽ വന്നത് അന്നാണ്. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച 10,000 കോടി രൂപയുടെ പാക്കേജ് ഒന്നുപോലും അവർ ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലും മാത്രമാണ് നവകേരള സദസ്സും അതിന്റെ ഭാഗമായിരുന്നു. അതല്ലാതെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വിഷയം പരിഹരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാനല്ല. ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കി രാഷ്ട്രീയ മണ്ഡലത്തെ വലിയ തോതിൽ മലീമസമാക്കുക ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞാൻ ചോദിച്ച 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ CPIM-ന്റെ നേതൃത്വത്തിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യം. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ അപഹാസ്യപരമായ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ഈ നാടിനൊരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഏത് തരത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. പാവപ്പെട്ട ന്യൂനപക്ഷക്കാരൻ അത് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ഒരു ദിവസം മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെയാണെങ്കിൽ പിറ്റേ ദിവസം അത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയാണ് അവരുടെ നടപടികൾ. അത് നമ്മൾ മണിപ്പൂരിൽ കണ്ടു. എന്ന് പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമം ഒരു പ്രത്യേക മതവിഭാഗത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റിവായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബഹുമാനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രക്ഷോഭം ആരംഭിച്ചത്. ആ പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്നാണോ പാർലമെന്റിൽ ആ നിയമം അവതരിപ്പിച്ചത് അന്ന് തന്നെയായിരുന്നു 2019 ഡിസംബർ മാസം 12-ാം തീയതി. ആ 12-ാം തീയതി ആ നിയമം അവതരിപ്പിച്ച് വൈകുന്നേരമായപ്പോൾ അത് പാസാക്കി 311 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJPയുടെ ഭരണ നേതൃത്വം ഒറ്റക്കെട്ടായി ആ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുകയായിരുന്നു. പക്ഷേ നാഗശികാന്തം പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം ബഹുമാനായ ഡോക്ടർ ശശി തരൂരായിരുന്നു അന്ന് ആ നിയമനിർമ്മാണത്തെ എതിർത്തുകൊണ്ട് ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധ ശബ്ദം ആദ്യമായി ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുമുള്ള 15 എംപിമാർ UDF എംപിമാർ ഒറ്റക്കെട്ടായി അണിനിരന്നു. എന്ന് പറഞ്ഞതുപോലെ രാജ്യത്ത് പ്രതിപക്ഷ നേതൃത്വം അന്ന് 80 എംപിമാരായിരുന്നു ആ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത്. എളിയവരായ ഞാനും അതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് തരത്തിലാണ് പ്രചരിപ്പിക്കുന്നത്? മുഖ്യമന്ത്രിയും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും അതല്ലെങ്കിൽ മറ്റുള്ളവരും ഏത് തരത്തിലാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തെ വഞ്ചിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയല്ലേ? ഈ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്ക് എന്ത് മതേതരത്വ കാഴ്ചപ്പാടാണുള്ളത്? BJP എതിർക്കാനാണെങ്കിൽ അത് അന്തസ്സോടുകൂടി എതിർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കണം. അതല്ലാതെ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ, ഞങ്ങളുടെ കൂടെ എംപിക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ള പ്രസ്താവന നടത്തിയാൽ മാത്രം ശരിയാകുമോ? അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെയാണ്. ഇവിടെ ഇപ്പോ ആ നിലയിൽ ഞങ്ങൾ പ്രതിഷേധവുമായി മുൻപോട്ട് പോയി. ഇവിടെ ചോടുപടിയുടെ മണ്ണിൽ നമ്മൾ അന്ന് പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നേ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അവർ വ്യക്തമായ തലത്തിൽ തന്നെ രാജ്യത്തെ മതവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാശയ രൂപീകരണത്തിന് വേണ്ടി അവിടെ ശ്രമിച്ചപ്പോൾ മങ്ങാട്ടുകളിൽ നമ്മൾ സമരം ആരംഭിച്ചു. ആ സമരത്തിന് വലിയ പിന്തുണയുണ്ടായി. ആ പിന്തുണ കണ്ട് ഹാലിളകിയ ചിലർ നടത്തിയതായ പ്രസ്താവനകളും ഞാൻ ഈ സദസ്സിനെ ഓർമ്മിപ്പിക്കുകയാണ്. മതനിരപേക്ഷ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരണം എന്നുള്ളതല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഐക്യജനാധിപത്യ മുന്നണിക്കോ മറ്റൊന്നുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഐക്യജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ എത്ര ഹീനമായ ശ്രമമാണ് ഇവർ നടത്തുന്നത്?
പൗരത്വ ഭേദഗതി നിയമത്തെ ഞങ്ങളാണ് എതിർത്തത്, കോൺഗ്രസ് എതിർത്തില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. ഇങ്ങനെ നുണ പറഞ്ഞ് ജീവത്സൻ തന്ത്രം പയറ്റി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കാലം അകലെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയതായ പരിശ്രമം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം. അങ്ങനെ ശരിയുടെ പക്ഷത്തെ നിലയുറപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പൊതുള്ള കാഹളം ഇവിടെ നിന്ന് ഉയരുകയാണ്. അതിന് തുടക്കം കുറിക്കുന്ന ഈ ഉജ്ജ്വലമായ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയാഭിവാദ്യം ചെയ്യുന്നു. എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ മേഖലകൾ അതിലെല്ലാം തുടക്കം കുറിച്ച ഈ തൊടുപുഴയുടെ മണ്ണ്, എനിക്ക് കൈവശുവിന്റെ മേൽവിലാസം നൽകിയ മണ്ണ്, എന്നെ യൂത്ത് കോൺഗ്രസുകാരനാക്കിയ മണ്ണ്, എന്നെ ജനാധിപത്യ മുന്നണിയുടെ മുൻമന്ത്രിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി കൈപിടിച്ചുയർത്തിയ മണ്ണ്, ഈ ജില്ലയുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ എന്റെ ഇടത്തും വലത്തും നിന്ന് നിരവധിയായ സഹപ്രവർത്തകർ, ആ സഹപ്രവർത്തകരുടെ തോളിലേറി അവരുടെ സ്നേഹവാത്സല്യങ്ങൾ നിരവധിയായി അനുഭവിച്ച് എത്രയോ യാതനകളിലൂടെ, എത്രയോ കൊടിയ മർദ്ദനങ്ങളിലൂടെ നമ്മൾ ഈ നാട്ടിൽ നടത്തിയതായ എത്രയോ സംഘടനാപരമായ മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങളുടെ എല്ലാം നിരവധി അനവധി ഓർമ്മകളാണ് പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായി എന്റെ മനസ്സിൽ നിൽക്കുന്നത്. തീർച്ചയായും ആ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ, ആ കഴിഞ്ഞകാല അനുഭവങ്ങളെ, ആ കഴിഞ്ഞകാല തീക്ഷ്ണമായ പോരാട്ട രീതികളിലൂടെ എന്നെ മുൻപന്തിക്ക് നയിച്ച, എന്നെ എന്നും എക്കാലവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നല്ലവരായ നാട്ടുകാരുടെ മുൻപിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ജനവരിക്കായി ഞാൻ ശിരസ് നമിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷക്കാലം എംപിയായി പ്രവർത്തിച്ചപ്പോൾ എന്തായിരുന്നു താങ്കൾ ചെയ്ത ഏറ്റവും വലിയ നേട്ടമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുടെ മുൻപാകെ അവതരിപ്പിക്കാൻ ഒരുപടി കാര്യങ്ങളുമുണ്ട്. സമയ ചുരുക്കം മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ തൊടുപുഴയുടെ നാട്ടിൽ, തൊടുപുഴ നമ്മുടെ നാട് കേരളത്തിലെ കിഴക്കൻ മലയോര മേഖലയിൽ ഏറ്റവും നല്ല നിലയിൽ പുരോഗമിക്കുന്ന ഏറ്റവും നല്ലതായ ഒരു വികസന മോഡൽ ബഹുമാനായ പി ജെ ജോസഫ് സാറിന്റെ കാർമ്മികത്വത്തിൽ അന്തരിച്ചുപോയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് ശ്രീ പി ടി തോമസിന്റെ നേതൃത്വത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ വികസനത്തിന്റെ ഒരുപാട് വാതായനങ്ങൾ തുറന്നു വെച്ച നാടാണ് തൊടുപുഴ. അതുകൊണ്ട് ഈ തൊടുപുഴയെ ഏത് നിലയിൽ നമുക്ക് മുൻപോട്ട് നയിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ടാമതൊരിടത്തും നമുക്ക് ആശയം അന്വേഷിച്ചു പോകേണ്ടതായിട്ടില്ല. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക, അതിനുവേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ആദ്യമായി ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് നമ്മുടെ ജില്ലയിൽ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം അത് അനുവദിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നമ്മുടെ മലങ്കര എസ്റ്റേറ്റിൽ 12 ഏക്കർ സ്ഥലം നമുക്ക് അതിനുവേണ്ടി കണ്ടെത്താൻ സാധിച്ചു. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ സ്ഥലം അറ്റാച്ച് ചെയ്ത് അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി. കോവിഡിന്റെ പ്രതിസന്ധികളുടെ പേരിൽ 2 വർഷക്കാലം നമുക്ക് പ്രശ്നമുണ്ടായി. പക്ഷേ അതിനുശേഷം വീണ്ടും ശ്രമങ്ങൾ ആരംഭിച്ചു. നമ്മുടെ ബോയ്സ് ഹൈസ്കൂൾ അനുവദിച്ചാൽ അവിടെ അധ്യാപനം തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. അവസാനം ചാലഞ്ച് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതിക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചു. അങ്ങനെ വന്നപ്പോ ഇപ്പൊ അവസാനം നമുക്ക് ഇനി അന്തിമ അനുമതി മാത്രം മതി. കേരളത്തിൽ നിന്നും ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം മാത്രമേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്കുള്ളൂ. ഏതാനും നാളുകൾ കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ വേളയിൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുള്ള സാങ്കേതിക വശങ്ങളും നിലനിൽക്കുന്നതിനാൽ മാത്രം അതിന്റെ അനുമതി വൈകുകയാണ്. എന്നാൽ ഞാനിവിടെ ഉറപ്പു തരുന്നു പ്രിയപ്പെട്ടവരെ, 2025 അധ്യയന വർഷം തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം അവിടെ പഠനം തുടങ്ങുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് 100% ഞാൻ വാക്കു നൽകുകയാണ്. കാരണം അതിന് പിന്നിൽ നടത്തിയതായ പ്രവർത്തനങ്ങൾ, അതിന് പിന്നിൽ നടത്തിയതായ ശ്രമങ്ങൾ, അതിനുവേണ്ടി ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്തിമ അനുമതി മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ബാക്കിയെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ്, നമുക്കറിയാം തൊടുപുഴയിലെ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഈ നാടിന്റെ ഒരു ഉയർത്തുന്ന ഓർമ്മയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സ്വന്തമായി ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലം അത് തൊടുപുഴയാണ്. അത് നമ്മുടെ നാടിന് സത്യത്തിലൊരു അപമാനവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ ഇടപെട്ടു. നമ്മുടെ മുണ്ടേക്കല്ലിൽ 5 ഏക്കർ ഭൂമി നമ്മൾ കണ്ടെത്തി എന്ന് വെച്ചാൽ പഴയ PRDയുടെ ഭൂമിയാണ്.
ആ ഭൂമി കണ്ടെത്തി കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പണം വകയിരുത്തി അതിന്റെ അന്തിമനുമതിയും നേടിയെടുത്ത് ഈ അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഏതാനും നാളുകൾ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു വർഷം കഴിഞ്ഞാൽ തൊടുപുഴയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ ആളുകൾ, അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് സൗകര്യം ഉൾപ്പെടെ അവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. തൊട്ടപ്പുറത്ത് മുണ്ടേക്കൽ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. സ്പോർട്സ് ആയുർവേദ ആശുപത്രി അത് നമ്മുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കായിക മേഖലയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ, അതിനപ്പുറത്ത് ചികിത്സാ രംഗത്തുള്ള പരീക്ഷണങ്ങൾ, അതെല്ലാം കൂടുതൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. അതിന്റെ ഒന്നാം ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപ പദ്ധതി, അതിന്റെ പണി പൂർത്തീകരിച്ചു. 10 കോടി രൂപയുടെ മുഴുവൻ പദ്ധതിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമ പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി അനുവദിച്ച പദ്ധതി, അത് വെള്ളിയാമറ്റം പഞ്ചായത്തിലാണ്. അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആലക്കോട് മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതിയാണ്. അതിൽ 5 അനുവദിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ ബൃഹത്തായ പദ്ധതികൾ. PMGSY റോഡുകൾ 4 PMGSY റോഡുകൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടുമ്പന്നൂരിൽ നിന്നും മണിയാറൻകുടിയിലേക്കുള്ള വനാന്തരങ്ങളിലൂടെയുള്ള റോഡാണ്. സാങ്കേതികമായ എല്ലാ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ഏതാനും നാളുകൾ കഴിഞ്ഞാൽ അതിന്റെ പണിയും ആരംഭിക്കുന്ന സ്ഥിതിയായിരിക്കും. ഇങ്ങനെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായി. ഞാൻ പറയുന്നു, ഇവിടെ എന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, എന്റെ അടുക്കൽ വന്ന ഒരാളെയും നിന്റെ രാഷ്ട്രീയം ഏതാണ്, നിന്റെ ജാതി ഏതാണ്, മതമേതാണ്, വർഗമേതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. എന്റെ മുന്നിൽ വന്ന മുഴുവൻ ആളുകളെയും, ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും അവരോട് നീതി പുലർത്തുന്ന, അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ, അവരെ പരിഗണിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. എന്നോട് കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ താല്പര്യം, അത് 10 ഇരട്ടിയായി തിരിച്ചു നൽകണമെന്നുള്ള ആ ഒരു ഉത്തമമായ ബോധ്യത്തോടുകൂടി തന്നെ, തികഞ്ഞ കർത്തവ്യ ബോധ്യത്തോടുകൂടി തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസത്തെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ ശിരസ് നമിക്കുകയാണ്. ഇത് ഐക്യജനാധിപത്യമുന്നണിയുടെ മണ്ണാണ്. ഈ കോട്ട കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി എഴുന്നേൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. Bro. നടപടികൾ ലഭിച്ചിട്ടില്ല. മഴ കാര്യമായി നമ്മുടെ മണ്ണിനെയും മനസ്സിനെയും തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ വിനായക സാഹിബ് പോലെ ജൂൺ മാസം 4-ാം തീയതി യോഗം കഴിയുമ്പോൾ ഇടുക്കിയുടെയും കേരളത്തിന്റെയും മണ്ണും മനസ്സും കുളിർപ്പിച്ചുകൊണ്ട് 1,70,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉറപ്പാക്കി ദീൻ കുര്യാക്കോസ് വീണ്ടും ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു പോകുമെന്ന് ഉറപ്പിക്കുക എന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെയും കേരളത്തിന്റെ പൊതു മുന്നേറ്റത്തെ തടസ്സം പിടിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പടയോട്ടത്തിന്റെ തുടക്കം എന്ന നിലയിൽ ഇടുക്കിയിലെ തൊടുപുഴയിൽ നടന്ന ഈ മഹാസമ്മേളനം നമുക്ക് ആവേശം പകരേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം അപകടത്തിലാണ്. ഇന്ത്യയുടെ ആത്മാവ് അപകടത്തിലാണ്. രാജ്യത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഭരണഘടന നിലനിർത്താനുള്ള വലിയ ഭഗീരഥ പ്രയത്നത്തിലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള രാജ്യത്തിന്റെ നായകന്മാർ. അതുകൊണ്ട് നമുക്ക് രാജ്യത്തെ ജനങ്ങളോട് പറയണം, മോദിയുടെ ഗ്യാരണ്ടി അല്ല ഇന്ത്യക്ക് ആവശ്യം. അഭിമാനബോധം ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടിയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങളെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകുന്ന ദേശവിരുദ്ധ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ, മുഖ്യമന്ത്രിമാരെ അകാരണമായി ഭീഷണിപ്പെടുത്തുകയും കൽത്തുറങ്കിലടക്കുകയും ചെയ്യുന്ന
തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഗവൺമെന്റുകളെ പണവും ഒരുക്കുമുട്ടയും ഉപയോഗിച്ച് അട്ടിമറിച്ച് സംഘപരിവാർ ഭരണകൂടത്തെ സാധ്യമാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ 75 വർഷക്കാലത്തെ പാരമ്പര്യത്തിനിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ അപമാനിച്ച് തലതാഴ്ത്താൻ നേതൃത്വം നൽകുന്ന വംശീയമായും വർഗീയമായും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വിറ്റഴിക്കാൻ സ്വന്തമായി ഒരു വകുപ്പ് തുടങ്ങിയ രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങളല്ല നരേന്ദ്രമോദിയുടെ വർഗീയ താൽപര്യങ്ങളാണ് രാജ്യത്ത് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ മാധ്യമ സംവിധാനങ്ങളെ തകർക്കുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തെ ബഹുമാനിക്കാത്ത ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത മതേതരത്വത്തെ ഉൾക്കൊള്ളാത്ത മതവിശ്വാസങ്ങൾ അംഗീകരിക്കാത്ത പൗരത്വത്തെ പോലും വംശീയതയുടെ പേരിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വംശീയ വിദ്വേഷ വർണ്ണ വരികൾ കൊണ്ട് മലീമ സുമക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ അവസാനമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രഖ്യാപിക്കേണ്ട രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്ക് അഭിമാനകരമായി മുന്നോട്ട് പോകണമെന്ന് വിനയപൂർവ്വം സൂചിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ സഖ്യം. യുഡിഎഫിന്റെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇന്ത്യ ബോസ്, സഹോദരന്മാരെ, നമ്മുടെ സമ്മേളനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ അത്യാവശ്യമായി കാത്തിരിക്കുന്ന ഒരു മഴയാണ് ഇവിടെ പെയ്യുന്നത്. അതിനുള്ള സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. കാരണം ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് അത് പ്രകൃതി പോലും അദ്ദേഹത്തിന് അനുകൂലമായി സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ മഴ പെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. നമ്മളെ എതിർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ നാട്ടിൽ ഏതാവശ്യത്തിനു വേണ്ടി എന്ത് കാര്യത്തിനു വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഇവിടെ ഇന്നലെ കളക്ടറേറ്റിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം ശ്രീ ഡീൻ കുര്യാക്കോസ് 10 ചോദ്യങ്ങൾ ചോദിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രി കട്ടപ്പനയിൽ അതിലേതെങ്കിലും ഒരു മറുപടി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മളിന്ന് പത്രത്തിൽ വായിച്ചു നോക്കി, മറ്റ് മാധ്യമങ്ങളിലൂടെ നമ്മൾ നോക്കി, ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഈ സംസ്ഥാനവുമായി ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞില്ല. സ്വാഭാവികമായും നിരാശയോടുകൂടിയാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ കഴിഞ്ഞ 7 വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമുക്കറിയാം. ഓരോ വിഷയം എടുത്ത് പരിശോധിച്ചാൽ ആ വിഷയങ്ങൾ ഓരോന്നായി നമ്മൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഈ ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടി ജില്ലയുടെ ജനങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗുണകരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒന്നും പറയാനില്ല. 12,000 കോടി രൂപയുടെ പാക്കേജ് മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കട്ടപ്പനയോട് പ്രഖ്യാപിച്ചു. ഇവിടെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തി. ഒന്ന്, വന്യമൃഗങ്ങളുടെ ശല്യം. ആ വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഫെൻസിംഗ് ഉണ്ടാക്കണം. വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളം അവിടെ വനത്തിൽ തന്നെ ഉണ്ടാകണം. തീറ്റ, പുല്ല് അടക്കമുള്ള അതിനുള്ള ഭക്ഷണ സാധനങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. സോളാർ ഫെൻസിംഗ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ അവിടെ നിന്നും മാറ്റുന്നതിനുള്ള ദുരിതഗതിയിലുള്ള നിലപാടുണ്ടാകണം. അതിനുള്ള നടപടി ഉണ്ടാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് ഇവിടുന്ന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ മന്ത്രിമാര് അവര് LDFന്റെ കമ്മിറ്റി കൊടുക്കുമ്പോൾ ഈ കാര്യം പറയാറുണ്ടോ? ആരെ പറയുന്നത് നെല്ലാപ്പാറ മുതൽ കുമിളി വരെയോ അല്ലെങ്കിൽ കുമിളി മുതൽ ശാന്തപ്പാറ വരെയോ അല്ലെങ്കിൽ ഈ ഇടുക്കി ജില്ലയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നടക്കുന്ന പത്രങ്ങളിലെ എഡിഷൻ പേജിൽ പ്രസ്താവനകൾ നടക്കുന്നല്ലാതെ
ഇടതുപക്ഷ മുന്നണിയുടെ മീറ്റിംഗ് കൂടുമ്പോൾ ഇവിടെ നിന്നുള്ള മന്ത്രിമാർക്ക് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? ആകെ ഒരു MP അവരുടെ നവകേരള യാത്രയിൽ പാലായിൽ ഒരു വാക്ക് പറഞ്ഞ് അതോടുകൂടി അവർക്ക് വാ അടക്കുപോയി. അവർക്ക് പിന്നെ വാ പൊളിച്ചിട്ടില്ല. പാലായിലെ അല്ലെങ്കിൽ കോട്ടയത്തെ സ്ഥാനാർത്ഥി വാ പൊളിച്ചിട്ടില്ല. മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ വാ പൊളിച്ചിട്ടില്ല. മാണി ഗ്രൂപ്പിന്റെ മന്ത്രി വാ പൊളിച്ചിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയിലെ ഈ ജില്ലയിലെ വലിയ തെറിപ്രസംഗം നടത്തുന്ന UDF-നെതിരായി പ്രസംഗം നടത്തുന്ന ഇവിടെ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കന്മാരും വേണ്ടിയിട്ടില്ല. അവർക്ക് അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ഇത് പറയാമോ? അവരിവിടെ വന്ന് ഭയങ്കര പ്രസംഗമാണ്. ചക്കക്കൊമ്പനും അരിക്കൊമ്പനും മൂന്നാളിലൂടെ നടക്കുമ്പോൾ, മൂന്നാൾ പട്ടണത്തിൽ പോത്തിറങ്ങി നടക്കുമ്പോൾ ഭയങ്കര പ്രസംഗമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു ഭാഗത്ത് പ്രസംഗിക്കുന്നു, CPIയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നു, വനം ഉദ്യോഗസ്ഥന്മാരെ ഊടുപാടെ തെരുവറിയുന്നു. കളക്ടറേറ്റിൽ മീറ്റിംഗ് കൂടുമ്പോൾ ഞങ്ങളിത് പല പ്രാവശ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞാൽ അനധികൃതമായി ജോലി ചെയ്യുന്നവരുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞങ്ങളുടെയൊക്കെ പേരിൽ നിരവധിയായിട്ടുള്ള കേസുകളുണ്ട്. ഇവിടെ ഡീൻ കുര്യാക്കോസിന്റെയും ഇവിടെ CP മാർജിയുടെയും നോമിനേഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ ലിസ്റ്റിൽ നൂറുകണക്കിനായിട്ടുള്ള കേസുകളായിട്ട് ഞങ്ങൾ ആരും എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടാണ് കേസുണ്ടായിരിക്കുന്നത്. എന്ത് കേസിലുണ്ട്? നിരവധി കേസ്. ഇവിടുത്തെ UDF-ന്റെ നേതാക്കന്മാരുടെ പേരിൽ നിരവധിയായിട്ടുള്ള കേസുകളുണ്ട്. പിടിച്ചു പറിക്കാൻ പോയിട്ടാണോ? SFIയുടെ നേതാവ് ആർഷോയുടെ പേരിൽ കേസുണ്ടായതുപോലെ ഇവിടെ പിടിച്ചു പറിക്കാനോ പെണ്ണ് കേസോ മറ്റേതെങ്കിലും കേസുണ്ടായിട്ടാണോ? മറിച്ച കോവിഡിന്റെ കാലഘട്ടത്തിൽ നിയമപരമായി ഞങ്ങൾ 5 പേരെ വെച്ചുകൂടെ സമരം നടത്തിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ റോഡിലിറങ്ങിയപ്പോൾ അവരെ കൃഷിക്കാർക്ക് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്. വന്യമൃഗത്തിന്റെ പേരിൽ ആത്മഹത്യത്തിന്റെ പേരിൽ മരിച്ചുപോയ സഹോദരന്മാർക്ക് 41 പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരം നടത്തിയ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ കേസെടുത്തില്ലേ? എന്തിന്റെ പേരിലാണ് കേസെടുത്തത്? ഓരോരുത്തരും 10,000-2,000 രൂപയുടെ പാവപ്പെട്ട കൃഷിക്കാരന് ഞങ്ങളുടെ മാതാപിതാക്കന്മാരും ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പിരിവെടുത്തും അല്ലാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ കള്ളക്കമ്മത്തക്കാരുടെ അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പോലീസ് കേസെടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് അവർ പറഞ്ഞാൽ കേൾക്കും. റവന്യൂ ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. കേൾക്കുമല്ലോ. നിങ്ങൾ പറഞ്ഞിരിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കേൾക്കാത്ത ആരുമില്ല. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റുമില്ല. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് ആകെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പാഴും പണിക്ക് പോയി പരിശ്രമിച്ചു നോക്കണോ? ഇതിന്റെ കാരണം, ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയുന്നത് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടി, ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടിയല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. സത്യമല്ലേ? അപ്പോൾ നിങ്ങളെ ഊരുവും ഈ ബഡ്ജറ്റിലോ, ഞങ്ങൾ ബഡ്ജറ്റ് വായിച്ചു നോക്കി, ഈ ബഡ്ജറ്റിലെ 10 പൈസ വനത്തിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കാര്യവും നടത്തിയിട്ടില്ല. സോളാർ പഞ്ചിങ്ങിന് വേണ്ടി പൈസ മുടക്കിയിട്ടില്ല. 12,000 കോടിയിൽ നിന്ന് പണം മുടക്കിയിട്ടില്ല. അതിനു മുമ്പ് മുടക്കിയ 3,000 കോടിയിൽ നിന്ന് പണം മുടക്കിയിട്ടില്ല. നിങ്ങൾ ഒരു കാര്യത്തിലും പണം മുടക്കിയിട്ടില്ല. ഇനി അടുത്ത കാര്യം എടുത്തു നോക്കാം. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ നാണ്യവിളകളുടെ വിലപിടിയുണ്ടായി. ഞങ്ങൾ പറഞ്ഞു, കടബാധ്യത കൊണ്ട് ആയിരക്കണക്കിനായ ജനങ്ങൾ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നിങ്ങൾ കോട്ടിക്കോട്ടിട്ട് ജില്ലാ ബാങ്കുകൾ ലയിപ്പിച്ചുകൊണ്ട് ഇവിടെ കേരള ബാങ്ക് ഉണ്ടാക്കി. ആ കേരള ബാങ്കുകളുടെ ജപ്തി നടപടികളുമായിട്ട് പോകുന്നു. മറ്റു ബാങ്കുകൾ ഇവിടെ നടപടികളുമായിട്ട് പോകുന്നു. ഞങ്ങൾ നിങ്ങളുടെ കാലെ കയ്യെ പിടിച്ച് പറഞ്ഞില്ലേ? ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയോട് പറഞ്ഞു, ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്രഖ്യാപിച്ച 12,000 കോടിയിൽ ഒരു 3,000 കോടി രൂപ പലിശയെ ചെല്ലുന്നതിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. നെറ്റിയെ പോകാൻ ഒരു 10 പൈസ നിങ്ങൾ മാറ്റിവെച്ചോ? ആ മാറ്റിവെച്ചതെന്ന് മാത്രമല്ല, അതിക്രൂരമായിട്ടുള്ള നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ചത് ജപ്തി. നിങ്ങളുടെ പോലീസ് പാവപ്പെട്ട കൃഷിക്കാരന്റെ അടുത്ത് ചെല്ലുന്നു, നിരവധി പ്രാവശ്യമായിട്ട് ഇത് ചെല്ലുന്നില്ലേ? നിങ്ങൾ ഈ തെറ്റ് നടപടികൾ എന്ത് ചെയ്തു? നിങ്ങൾ മലയോര മേഖലയിലേക്ക് നീട്ടിയ അവിടെ നാടിമൃഗങ്ങൾക്ക് വിലയുണ്ടോ?
നാടുകളിൽ കേരളക്കമ്പനിയിലെ കുരുമുളകിന് വില പോയി. അതുപോലെ തന്നെ നടുതൽ സാധനം കപ്പയോ കാച്ചിക്കായോ തേങ്ങയോ ചേർപ്പോ വാഴയോ നട്ടിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? വാഴയോ നട്ടിലില്ലാൽ അവിടെ കാട്ടുപന്നിയായി, മുള്ളംപന്നിയായി, അല്ലാതെ കുരങ്ങായി, സർവ ജീവജാലങ്ങളും കൃഷിക്കാരുടെ പടത്തിലാണ്. കഴിഞ്ഞ ദിവസം പത്രത്തില് പോത്ത് വെട്ടി ഒരു കൃഷിക്കാരന് പരിക്ക് പറ്റി. അവിടെ നാട്ടുകാരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആദ്യം ചോദിച്ചെന്താണെന്നറിയോ? പോത്തിന് പരിക്ക് പറ്റുമെന്ന്. കൃഷിക്കാരന് പരിക്ക് പറ്റിയൊന്നല്ല. അവിടെ ആത്മഹത്യയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തി. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആദ്യം ചോദിക്കുന്നതാണ് പോത്തിന് പരിക്ക് പറ്റിയോ എന്ന്. അപ്പൊ ഇവര് ഈ പോത്തിനേക്കാളും മൃഗീയമായിട്ടുള്ള സ്വഭാവമല്ല ഇവർക്കുള്ളത്. ഇവിടെ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ മന്ത്രിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഇവിടെ നമ്മുടെ പറമ്പിൽ, കൃഷിക്കാരന്റെ പറമ്പിൽ കാട്ടുപന്നി കയറിയാൽ, മുള്ളംപന്നി കയറിയാൽ, അവന്റെ കപ്പ നശിപ്പിക്കുമ്പോൾ, ചേന നശിപ്പിക്കുമ്പോൾ കല്ല് വെച്ചെറിഞ്ഞാൽ ആ പന്നിക്ക് മുള്ളംപന്നിക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ കേസെടുക്കുന്ന കൃഷിക്കാരനാണ് വന്നിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മുടെ വീടിനകത്തൊരു പാമ്പ് കയറിയാൽ ആ പാമ്പ് അതിനെ ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ കേസെടുക്കുന്നു. ഇനി ഫോറസ്റ്റുകാരെ തെളിവറിയുന്ന വിരുദ്ധപ്പെട്ട മുന്നണിയുടെ നേതാക്കന്മാരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഫോറസ്റ്റുകാരന് നിങ്ങൾ പറയുന്ന കണക്കിന് വിവരമില്ലെന്ന് നിങ്ങൾ പറയും. പക്ഷേ ആ ഫോറസ്റ്റുകാരന്റെ കയ്യിലും വളരെ സീരിയസ് ആയിട്ട്, വളരെ സ്പീഡായിട്ടല്ല നിങ്ങൾ കേസെടുക്കുന്നത്. പോലീസുകാർ നിങ്ങളുടേതല്ലേ? നിങ്ങളുടെ പോലീസുകാരാണല്ലോ കേസെടുക്കുന്നത്. ആ കാര്യത്തിൽ എന്താ സ്ഥിതി? ഇനി അടുത്തത് നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗം ഇത്രയും ഗുരുതരമായി ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസം തകർത്ത് തരിപ്പണമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? മറുപടി പറയണം. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ, ഇടതുപക്ഷ മുന്നണിയുടെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം എവിടെ നിന്ന് പോയിരിക്കുന്നു? ഇവിടെ നിങ്ങൾക്കൊരു ആശയമുണ്ട്, നിങ്ങൾക്ക് പല നേതാക്കന്മാരുണ്ട്. അവരെല്ലാം നിങ്ങൾ നയിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം SFI എന്ന് പറയുന്ന ഒരു നല്ല വിദ്യാർത്ഥി സംഘടനയായിരുന്നു. SFI നിങ്ങൾ കാണാൻ കുറ്റപ്പെടുന്നില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും അതിനുള്ള കാലശേഷമുള്ള കാലഘട്ടങ്ങളിലും SFIക്ക് ലക്ഷ്യബോധമുണ്ടായിരുന്നു. ഇന്ന് SFI എന്ന് പറയുന്നത് എവിടെ പോയി നിൽക്കുന്നു? ആ സിദ്ധാർത്ഥന്റെ പിതാവ്, ആ പിതാവിനെ പോലെയുള്ള ആയിരക്കണക്കിന് മാതാപിതാക്കന്മാരെ SFIയുടെ ക്രൂരതകൾക്ക് മുമ്പിൽ പുറത്ത് പറയാൻ പേടിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം. ഈ തൊടുപുഴക്കാർക്ക് അറിയത്തില്ലായിരിക്കാം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. 42,000 45,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ PJ ജോസഫ് വിജയിക്കുന്ന തൊടുപുഴ നിയമമണ്ഡലത്തിലെ ന്യൂമൻ കോളേജിൽ KSയുടെ കൊടി കെട്ടാൻ പറ്റുമോ? KSയുടെ കൊടി കെട്ടാൻ പറ്റുമോ? MSFന്റെ കൊടി കെട്ടാൻ പറ്റുമോ? ഞാൻ വിനയപൂർവ്വം ചോദിക്കണം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. കാലം മറുപടി പറയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി UDFന്റെ ഭവനത്തിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ അപ്പനെയും അമ്മയെ വിളിച്ച് കാലും കൈയും വിട്ടും, നിങ്ങളുടെ പയ്യനെ നോമിനേഷൻ കൊടുത്ത കാലും കൈയും വിട്ടും എന്ന് പറയും. ഞാനിത് പറയുന്നത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ആക്ഷേപമാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഞാൻ ചോദിക്കുന്ന മൂലമറ്റം കോളേജിൽ ഞാൻ പേര് പറയാം. അജോക്കൂട്ടർ എന്ന് പറയുന്ന ഒരു പയ്യൻ, ആ പയ്യൻ KSയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇത് പറയുന്നത് പിന്നെ വയനാട്ടിലുണ്ടായ സംഭവത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റേ എഞ്ചിനീയറിംഗ് കോളേജിൽ, അല്ലെങ്കിൽ മുട്ടം പോളിടെക്നിക് അടക്കം, തൊടുപുഴ ന്യൂമാൻ കോളേജ് അടക്കം കേരളത്തിലെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ മേഖല തകർത്തതിന്റെ കാരണം എന്താ? നിങ്ങളുടെ ഗുണ്ടാപ്പടയ്ക്ക് നിങ്ങളുടെ പിള്ളേരെ കിട്ടുന്നതിന് വേണ്ടി സർവ്വ അധാർമികതയുടെയും അതിന്റെ വിളതലമാക്കിയ വിദ്യാർത്ഥികളെ മാറ്റുന്നില്ലേ? അജോ എന്ന് പറയുന്ന കുട്ടി 4 വർഷം മുമ്പ് 5 വർഷം മുമ്പ് സെന്റ് ജോസഫ് കോളേജിലെ, ആർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, സെന്റ് ജോസഫ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവിടെ നോമിനേഷൻ കൊടുക്കാൻ സംസ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കാൻ പോയി. 9 മണിക്ക് സെന്റ് ജോസഫ് കോളേജിൽ ചെന്നു. ഞങ്ങൾ പറഞ്ഞു വിട്ടു.
ഒമ്പതുകാരായപ്പോൾ SFI പ്രവർത്തകര് സുഹൃത്തിന് ചൂട് രോഗ്യത്തിൽ വിളിച്ച് ബലമായിട്ട് വണ്ടിയിൽ കയറ്റി. മുട്ടമഞ്ചേരി കോളേജിൽ നിന്ന് ഈ വിദ്യാർത്ഥിയെ അതുവഴി പുറത്തുവിട്ടതപ്പോ വൈകുന്നേരം 7 മണിക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞതല്ല, നിന്റെ അപ്പനോടോ അമ്മയോടോ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ പോയി ഈ പരാതി പറഞ്ഞ നിന്റെ കാലും വെട്ടും കൈയും വെട്ടും നിന്റെ വീട്ടിൽ കയറി തല്ലും. ആരോടും പറഞ്ഞത് ഞാനിത് പറഞ്ഞത്, ഞാനിപ്പോ പറഞ്ഞത് SFI നല്ല വിദ്യാർത്ഥി സംഘടനയായിരുന്നു. അതിൽ നല്ല വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരും മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ അവർക്ക് വേണ്ട വളവും വെളിച്ചവും അവർക്ക് വേണ്ട വെള്ളവും കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന കൊള്ളരുതായ്മയ്ക്ക് വേണ്ട വെള്ളവും വെളിച്ചവും വളവും കൊടുക്കുന്നവരാ ഭരിക്കുന്നവര്. ഇവിടെ ഞാൻ പറയട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ? ഈ ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് പ്രക്ഷോഭം നടത്താൻ അവകാശമില്ലേ? ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയ പാർട്ടിയാരാ? CPM. ഏറ്റവും കൂടുതൽ സമരം നടത്തിയ പാർട്ടിയാരാ? CPM. ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളി അനുസരിച്ചുള്ള പാർട്ടിയാരാ? CPM ആയിരിക്കും. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നിയമസഭയിൽ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയാരാ? CPM. നിങ്ങൾ സമരം നടത്തിയിട്ട് ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങൾ സമരം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർ മാതൃകാപരമായി സമരം നടത്തി. അവരെ തല്ലി ചതച്ച് തലതല്ലി പൊട്ടിച്ച് മൃഗീയമായി ക്രൂരമായി ഭീകരമായി മർദ്ദിക്കുമ്പോൾ 10 വർഷം മുമ്പാണ് മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്ന് പറയാം. 15 വർഷം മുമ്പാണെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്ന് പറയാം. 20 വർഷം മുമ്പാണെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്ന് പറയാം. ഇത് 2023, 24 ഈ ലോകം മുഴുവൻ കാണുന്നതല്ലേ? മുഖ്യമന്ത്രിയോട് പത്രക്കാരി ചോദിച്ചു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, കണ്ടിട്ടില്ല. പിന്നെ എന്താ, അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ രക്ഷാപ്രവർത്തനമാണ്, മാതൃകാപരമായ പ്രവർത്തനമാണ്. ആരാ പറയുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി. അതാണെങ്കിൽ ഇവിടെ ഒരു പഴമൊഴിയുള്ള മൂത്തത് നന്നേ ഇല്ലേ? മൂത്തത് നന്നേ മൂന്നുന്നത്. മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ, ആഭ്യന്തരമന്ത്രി എങ്ങനെയാണെങ്കിൽ, മറ്റു മന്ത്രിമാരെങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ താഴെയുള്ള ഡിവൈഎഫ്ഐക്കാർ പിന്നെ എങ്ങനെ നന്നാകും? അവരുടെ താഴെയുള്ള SFIക്കാർ പിന്നെ എങ്ങനെ നന്നാകും? ആ SFIക്കാരനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ സ്വാഭാവികമായി നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ രാഷ്ട്രീയ സംഘടനകളുണ്ടാകും. 2 പ്രകടനം വരുമ്പോൾ ചിലപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടാകും, തമ്മിൽ തല്ലുണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു പയ്യനെ മൃഗീയമായി കൊന്നു. എന്നിട്ട് ആ കൊന്നതിന് ഒതുക്കാൻ തീർക്കുന്നവരാ. ഇവിടെ പഴമൊഴിയുണ്ടല്ലോ, അങ്ങനെ സാരമില്ല, തക്കുന്നവനവന് അവനൊരു ന്യായീകരണമുണ്ട്. ഒന്നെങ്കിൽ അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ സ്വഭാവ ദൂഷ്യമുണ്ടായിരിക്കാം, അല്ല ഏതെങ്കിലും ഒരിക്കൽ കള്ളൻ. പക്ഷെ കക്കുന്നവനെ അതിൽ വലിയ കുഴപ്പക്കാരനാണ്. കക്കുന്ന മുതൽ അത് ഒളിപ്പിക്കുന്നുണ്ട്. കള്ളന് കഞ്ഞി വെക്കുന്നവരാണ് കള്ളനേക്കാളും മോശം. ഇവിടെ ആരാ കുഴപ്പമുണ്ടാക്കിയത്? ഈ ദിവസങ്ങളോളം ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയിട്ട് അതിന് സംരക്ഷണം കൊടുത്തതാരാ? ഡീൻ. നമ്മുടെ ഡീനിന്റെ സ്പെല്ലിംഗ് വല്ല, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഡീൻ, യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇവരെല്ലാം കൂടി ചേർന്നുള്ള ഒരു ഹാലികൂടി സംഘം. ആ സംഘങ്ങളെല്ലാം കൂടി ചേർന്ന് ഇവരെ മൃഗീയമായി കൊന്നിട്ട് അവന്റെ പേരിൽ കള്ളക്കേസ് എഴുതിയ അല്ലെങ്കിൽ പരാതി കൊടുത്ത പെൺകൊച്ചെവിടെ? ഈ സമൂഹത്തോട് ചോദിച്ചു, ഈ പെൺകുട്ടി ഏതാ? പരസ്യമായിട്ട് പറയണ്ടേ? ഇന്നും ആ പെൺകുട്ടി രംഗത്ത് വന്നിട്ടില്ല. ആ പെൺകുട്ടി ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പണ്ട് പവൻ എന്ന് പറയുന്നത് പോലെ പല തൂലികാനാമത്തിൽ പല പത്രങ്ങളിലും മാസികളിലും എഴുതുമായിരുന്നു. ഇവിടെ തൂലികാനാമത്തിൽ ഈ വരുന്ന ഏതാണ്, ഈ പെൺകുട്ടി ഏതാണെന്ന് അറിയത്തില്ല. അത് അനശ്വരമായിട്ട് എന്റെ അശരീരിയായിട്ട് നിൽക്കുകയാണ്. ശരിയല്ലേ? വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ വൈസ് ചാൻസലർമാര്, അവിടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിന്നെ അവിടെയുള്ള അധ്യാപകര്, ഈ കണ്ടെത്തുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒരക്ഷരം പോലും പറയാൻ മടിക്കുന്നതിന്റെ കാരണം അവരുടെ മനസ്സിലുള്ള ഭീകരമായിട്ടുള്ള ഭയപ്പാട് കൊണ്ടാണ്.
ഈ സമൂഹം ഭീകരമായ ഭയപ്പാടിലാണ്. ആ ഭീകരമായ ഭയപ്പാട് അങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെ ഇവർ വോട്ട് ചെയ്യണം? ഇനി പൊതുവിതരണ മേഖലയിലേക്ക് വാ. ഞാൻ ഒന്നും പറയുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം എവിടെ പോയി നിൽക്കുന്നു? ഞങ്ങൾ കയറി കഴിഞ്ഞാൽ വിലവർത്തനമുണ്ടാകില്ല. ദേശാഭിമാനിയിൽ കോളം ഇവിടെ പറയുന്നു ഒരു വിലവർത്തനവുമില്ല. അപ്പൊ ദേശാഭിമാനി ലേഖനോട് ചോദിച്ചു, വില നിങ്ങൾ 5 വർഷക്കാലം മുമ്പ്, 4 വർഷക്കാലം മുമ്പ്, 3 വർഷക്കാലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അരിയുടെ വില എന്താ? പയറിന്റെ വില എന്താ? പരിപ്പിന്റെ വില എന്താ? എല്ലാ സാധനത്തിന്റെ വില എന്താ? നിങ്ങളുടെ പത്രത്തിന്റെ വില എന്താ? ഏറ്റവും അവസാനം ചോദിച്ചു, പത്രത്തിന്റെ വില എന്താ? ദേശാഭിമാനിയുടെ വിലയും കൂട്ടി, എല്ലാവരുടെയും വില കൂട്ടി. എന്നിട്ട് ഇവിടെ പൊതുവിതരണ മേഖലയിൽ സപ്ലൈകോയിൽ ചെന്നാൽ സാധനമുണ്ടോ? ഉണ്ടോ എന്ന് പറയണം. ഇപ്പോൾ ഉള്ളത് 5 ഐറ്റം മാത്രം. അവിടെ പയറുണ്ടോ? അവിടെ പരിപ്പുണ്ടോ? അവിടെ പത്തൽമുളകുണ്ടോ? അവിടെ പഞ്ചസാരയുണ്ടോ? അരിയുണ്ടോ? ഒത്തിരി ഐറ്റങ്ങൾ ഇറക്കി, കേരളയിൽ ഇറക്കി, റൈസ് ഇറക്കി, എന്തെല്ലാം കെ കൂട്ടി ഇറക്കി. ഇപ്പൊ കെ കൂട്ടി നോക്കിയിട്ട് കേരളത്തിൽ ഒരു സാധനവും കൊണ്ടുവന്നില്ല. അപ്പൊ പൊതുമേഖലാ വിധം ഞങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഭരണപക്ഷത്തും ഞങ്ങൾ ഭരണപക്ഷത്തും ഇരിക്കുന്നു. ഇവിടുത്തെ പൊതുവിതരണ മേഖല ഇങ്ങനെ താറുമാറായെന്ന് കരുതുക, സ്വപ്നത്തിൽ കരുതുക. ഞങ്ങളുടെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഈ കേരളത്തിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ കേരളം താടിച്ച് താരിപ്പണമാക്കിയത് ഇപ്പൊ ഒരു കുഴപ്പമില്ല. സഖാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രം വാവിളിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ആരാ? കേന്ദ്രത്തിനെതിരെ പോരാട്ടം നടത്തുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയല്ലേ? നിങ്ങൾ എവിടെ മത്സരിക്കുന്നു? ഇവിടെ ചോദിക്കുന്നു ഒറ്റ ചോദ്യം. ഞാൻ വയനാട്ടിലെ കാര്യങ്ങൾ ഇവിടെ കേട്ടു. ഇവിടെ CPM-ന്റെ പ്രസംഗത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രസംഗത്തിലെ മുഖ്യ കാര്യം എന്നത് ഞങ്ങൾ മത്സരിക്കുന്നിടത്ത് നിങ്ങൾ മത്സരിക്കുന്നത്, ഞങ്ങൾ മത്സരിക്കുന്നിടത്ത് നിങ്ങൾ മത്സരിക്കുന്നത്, ഞങ്ങളെ ആരും മത്സരിക്കുന്നിടത്ത് നിങ്ങൾ എന്താ മത്സരിക്കുന്നത്? ഞാനത് ചോദിക്കട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പിടെ സർവം മേടിച്ച് ഞാൻ എന്റെ വീടും വെച്ച് ഞാനിവിടെ താമസിക്കാൻ തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളിവിടെ വന്ന് നിങ്ങൾ വന്നിട്ട് അറിയാമ നിങ്ങളെന്തിനാ ഇവിടെ താമസിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി 5 വർഷം മുമ്പ് ഇവിടെ മത്സരിച്ചതല്ലേ? ആരാണ് രാഹുൽ ഗാന്ധി? വയനാട്ടിൽ നിന്നുള്ള MP അല്ലേ? ആ വയനാട്ടിൽ നിന്നുള്ള MP സിറ്റിംഗ് MP അല്ലേ? ആ സിറ്റിംഗ് MPക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയല്ലേ? നിങ്ങൾ എന്തിനാ അവിടെ ആന്റി രാജ ദേശീയ നേതാവിനെ ഈ സിറ്റിംഗ് MPക്കെതിരെ മത്സരിക്കാൻ പറഞ്ഞുവിട്ടത്? ശരിയല്ലേ? ന്യായമായ ചോദ്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം ആദ്യം വന്നതാണ്. നിങ്ങൾ ചോദ്യം സമ്മതിക്കാം. ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാമെന്നെങ്കിൽ നിങ്ങളുടെ വാദത്തിന് സമ്മതിക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 5 വർഷക്കാലം മുമ്പ് ഇവിടെ വന്നു. 5 വർഷക്കാലം മുമ്പ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വരുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതാവ് അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് മത്സരിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ആന്റി രാജയ്ക്ക് വേണമെങ്കിൽ വേറെ മണ്ഡലത്തിൽ മത്സരിക്കാമല്ലേ? അല്ലെ രാഹുൽ ഗാന്ധിയോട് പറയുക, ആന്റി രാജയ്ക്ക് മത്സരിക്കുന്നതിന് തമിഴ്നാട്ടിലൊരു സീറ്റ് സംഘടിപ്പിച്ചു കൊടുക്കണം, പഞ്ചാബിലൊരു സീറ്റ് സംഘടിപ്പിച്ചു കൊടുക്കണം, ആന്ധ്രയിൽ ഒരു സീറ്റ് സംഘടിപ്പിച്ചു കൊടുക്കണം, കർണാടകത്തിൽ ഒരു സീറ്റ് സംഘടിപ്പിച്ചു കൊടുക്കണം. ഈ രാഹുൽ ഗാന്ധി തന്നെ സംഘടിപ്പിച്ചു കൊടുക്കില്ലേ? രാജസ്ഥാനിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സീറ്റ് സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാൽ ശ്രീമതി ആന്റി രാജയ്ക്ക് സീറ്റ് കൊടുക്കുമല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നു എന്ത് ന്യായമാവുന്നത്? ഇനി രണ്ടാമത്തെ വിഷയം, ഇവിടുത്തെ വർഗീയതയെയും ഇവിടുത്തെ ദേശീയതയ്ക്ക് വർഗീയത എതിർക്കുന്നതിന് വേണ്ടി ദേശീയതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ആരാ വോട്ട് ചെയ്യണം? ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ നേരിട്ട് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ്? ചോദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാരോടും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോടും ഒക്കെ ഒരു ചോദ്യം ഞങ്ങൾ 10 ചോദ്യം ചോദിക്കാൻ. ഒന്നാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം,
ആരാണ് ദേശീയ തലത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദിക്കും BJPക്കും എതിരായി പോരാട്ടം നടത്തുന്നത്? ഓപ്ഷൻ കൊടുക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പിണറായി വിജയൻ. രണ്ടാമത്തെ വിഷയം ഓപ്ഷൻ ആനി രാജ. ഏതെങ്കിലും പേര് കൊടുത്തു. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ D രാജ കൊടുത്തു. ഏത് പേര് വേണമെങ്കിലും കൊടുത്തു. അതിന്റെ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിന്റെ പേര് കൊടുത്തു. ഈ ഓപ്ഷൻ അത് ഓപ്ഷനില്ല. ഏത് ഓപ്ഷനാ ശരി? ഇവിടെ ഈ രാജ്യം അപകടകരമാണ്. ഇന്ത്യൻ ഭരണഘടന അപകടകരമാണ്. ഇന്ത്യക്ക് മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. 1947 സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ മഹാനന്മാരായ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇന്ത്യക്ക് ഒരു ഭരണഘടനയെ പറ്റി ആലോചിച്ചു. 3 വർഷക്കാലം 4 വർഷക്കാലം ചർച്ച ചെയ്ത് 1980 ജനുവരി 26 ഇന്ത്യക്ക് ഒരു ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന. ആ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോരാട്ടം നടത്തുന്നവരാ രാഹുൽ ഗാന്ധി. മതേതരത്വത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നവരാ രാഹുൽ ഗാന്ധി. മണിപ്പൂരിൽ വിഷയമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തിയതാരാ രാഹുൽ ഗാന്ധി. വയനാട്ടിൽ വന്യമൃഗ സദ്യമുണ്ടായപ്പോൾ അവിടെ എത്തിയതാരാ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് നിന്ന് വാടകയ്ക്ക് ഹെലികോപ്റ്റർ ഉണ്ടല്ലോ? 1 മണിക്കൂർ പറക്കുന്നതിന് 1 ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് ആ ഹെലികോപ്റ്ററിൽ വയനാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ. ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്നു. ദേശീയ നേതാവ്, ആ ദേശീയ നേതാവ് ഇവിടെ വന്നു. അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തിനാ പണ്ട് പറയുന്നത്? അപ്പോൾ ഇന്ത്യൻ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി പോരാട്ടം നടത്തുന്നു. ആ പോരാട്ടം നടത്തുമ്പോൾ അതിന് വലങ്കായിയായി നിൽക്കുന്നത് ആരാ? ശക്തനായി നിന്ന ഡീൻ കുര്യാക്കോസ്. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള MP കുര്യാക്കോസ്. നിങ്ങൾ പാർലമെന്റിൽ കണ്ടിട്ടുണ്ട്, പാർലമെന്റിന്റെ പുറത്ത് കണ്ടിട്ടുണ്ട്. അവിടെ മുദ്രാവാക്യം പിടിച്ചു കൊടുക്കുന്ന ഡീൻ കുര്യാക്കോസ്, അവിടെ ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡീൻ കുര്യാക്കോസ്. നിരവധി പ്രാവശ്യം ഡീൻ കുര്യാക്കോസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ നിന്നും. രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്തു. ഗുജറാത്ത് കോടതി, നിരവധി കോടതികൾ അദ്ദേഹത്തിന് കയറിയിറങ്ങി വന്നു. അവസാനം സുപ്രീം കോടതി വിധി പറഞ്ഞതിന് ശേഷമാണ് തിരിച്ച് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് എല്ലാം പറ്റത് ഇവര് പ്രസംഗമാണ്. നട്ടാ കുടിക്കാത്ത നുണ പറഞ്ഞ നടക്കുവാണ്. മുഖ്യമന്ത്രി ഇതുവരെ കട്ടപ്പനമെന്ന് പറയുന്നു. പൗരത്വ ബില്ലിനെതിരെ കോൺഗ്രസ് പ്രതികരിച്ചില്ല. പൗരത്വ ബില്ലിനെതിരെ ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചില്ല. നിങ്ങൾ പത്രം വായിച്ചു നോക്കാം, നിങ്ങൾ ചാനലുകൾ എടുത്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 വർഷം മുമ്പാണെങ്കിൽ ശരിയാ, 15 വർഷം മുമ്പാണെങ്കിൽ ശരിയാ. ഇത് മുഴുവൻ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുമല്ലേ? ആ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഡീൻ കുര്യാക്കോസ് നടത്തിയിട്ടുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ. ഈ ജില്ലയിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞാൽ മണിക്കൂറുകളോളം എടുക്കും. ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ അറിയാമല്ലേ? ഇവിടെ നിബന്ധനകളില്ലാതെ ഇവിടെ പട്ടയം കൊടുക്കണമെന്ന് പറഞ്ഞു. 64ലെയും 93ലെയും ഭൂമി പതിവ് ചട്ടത്തിൽ കാലോചിതമായി മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മാറ്റം കൊണ്ടുവന്നോ? ഞങ്ങൾ സമരം നടത്തിയില്ലേ? ഡീൻ കുര്യാക്കോസ് നിരാഹാര സമരം നടത്തിയില്ലേ? മറിച്ചു നോക്ക, പത്രങ്ങളെടുത്ത് മറിച്ചു നോക്ക. ആ സമരങ്ങൾ നിങ്ങൾ കണ്ടില്ല എന്ന് നിങ്ങൾക്ക് കരുതാൻ പറ്റുമോ? ഞങ്ങൾ സമരം നടത്തി, നിരവധി പ്രാവശ്യം സമരം നടത്തി. നിങ്ങളെ കണ്ടു തുറന്നിട്ടില്ല. ഓരോ വിഷയത്തിലും പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണിയും ഇവിടെ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നു. ഈ ജില്ലയിൽ ഇപ്പൊ ഇവിടെ പറയേണ്ട വിഷയമല്ലെങ്കിൽ പോലും ഈ ജില്ലയിൽ ഇപ്പൊ നിരവധിയായിട്ടുള്ള ഫോറസ്റ്റുകൾ, ജനവാസ കേന്ദ്രങ്ങൾ ഫോറസ്റ്റുകളാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മന്ത്രിയോട് പല പ്രാവശ്യം പറഞ്ഞു. അപകടത്തിലേക്ക് പോകുന്ന ഇവിടെ മലങ്കരയിൽ ഇപ്പോൾ ഫോറസ്റ്റ് ആയിട്ട്, റിസർവ് ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മന്ത്രിയോട് പറഞ്ഞു സംഗതി അപകടത്തിലേക്ക്. മന്ത്രി പറയുന്ന ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമയിലുണ്ട്, ഈ ജില്ലയിൽ 4 സ്ഥലത്ത് നോട്ടിഫൈഡ് വനമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് പോവുകയാണ്. ഇവിടുത്തെ മന്ത്രിമാർക്കോ ഇവിടുത്തെ LDFന്റെ നേതാക്കന്മാർക്കോ ഒരാശങ്കയുമില്ല. അവർക്ക് ഒരാശങ്കയുമില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യണം. മുസ്ലിം ലീഗ്
മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമാണ്. 2 ദിവസമായിട്ട് അവർക്ക് ഉറക്കം വന്നിട്ട് ഒന്നും വേണം. പിന്നെ ഇവിടെ ഏത് നയം, ഇവിടെ മീൻ കുര്യാബോധനം ജയിപ്പിക്കുന്ന ഏത് നയം ഉപയോഗിക്കണമെന്ന് ഇവിടെ UDF ഇലക്ഷൻ കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ പോയിട്ട് അവരോട് ചോദിച്ചിട്ടാണ് തീരുമാനം. കേരളത്തിൽ ഏത് നയം തീരുമാനിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാ? UDFന്റെ നേതാക്കന്മാരല്ലേ. അതിന്റെ അണ്ണൻ ചിലപ്പോൾ സ്ഥാനാർത്ഥി ഞങ്ങളെ നെടുങ്കണ്ടത്ത് പിന്നെ ജാഥ നടത്തി, റോഡ് ഷോ നടത്തി. ആരുടെയും കൊടി വെച്ചില്ല. ഇവിടെ ആരുടെയും കൊടിയുണ്ടോ? ആരുടെയും കൊടിയില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയാണ് മുഖ്യം, സ്ഥാനാർത്ഥിയുടെ ചിഹ്നമാണ് മുഖ്യം. ആ നയം എന്ന് പറയുന്നത് തന്നെയാണ് ഈ വിഷയം. എന്താ പ്രശ്നം? അവർ പറയുകയാണ്, ഇന്ന് മുസ്ലിം ലീഗിന്റെ നല്ല സുന്ദരമായ മനോഹരമായ ഏറ്റവും അർത്ഥവത്തമായിട്ടുള്ള മറുപടി വന്നു. നിങ്ങൾ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ കൊടി സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യയുടെ ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ദേശീയ പതാകയും ഞങ്ങളുടെ ഭരണഘടനയും ഈ രാജ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്ന. മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് അവർക്ക് കൊടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ എന്റെ വാക്കുകളോട് സമ്മതിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു. ഇവിടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, നല്ല കാര്യം. കേന്ദ്രത്തിൽ മത്സരിക്കുന്നു, നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം, കഴിഞ്ഞതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അവർ എരുവാളും ചുറ്റിക്കുകയും നക്ഷത്രവും മറച്ചു വെച്ചിട്ട് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചു. ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു. കുറേയേറെ ആൾക്കാര് അവര് പറഞ്ഞു പറ്റിച്ചത് അവർക്ക് അബദ്ധത്തിൽ ചാടി. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സർവകാല റെക്കോർഡോടുകൂടി വിജയിച്ചു. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, നമുക്ക് ഡീൻ കുര്യാക്കോസിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിപ്പിക്കുന്നത് ഒന്ന്, ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി, രാഹുൽ ഗാന്ധിയുടെ കടങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തെ നല്ലവരായ മുഴുവൻ ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും വേണ്ടി ഉള്ള മത്സരം. 2, വാഗ്ദാന ലംഘനം നടത്തിയ ഇടതുപക്ഷ മുന്നണിക്കെതിരെയുള്ള മറുപടി കൊടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൈപ്പറ്റ ചിഹ്നത്തിൽ നമ്മുടെ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ വോട്ട് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടായി കണക്കാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൽ പങ്കെടുത്ത ഐക്യജനാധിപത്യത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തകന്മാർക്കും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിപ്പിച്ചു.